കോട്ടയം വൈക്കത്ത് വീടിന് തീപിടിച്ച ഭിന്നശേഷിക്കാരിയായ വയോധിക മരിച്ചു. ഇടയാഴം കൊല്ലന്താനം മേരിയാണ് മരിച്ചത്. ഗോകുൽ രമേശിന്റെ വിശദാംശങ്ങൾ. ഗോകുൽ, എന്താണ് വിവരങ്ങൾ? വൈകിട്ട് 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. രാത്രി 11 മണിയോടെ വീട്ടിൽ നിന്നും തീയും പുകയും ഉയരുന്നത് ആദ്യം കണ്ടത് അയൽവാസികളാണ്. തുടർന്ന് അയൽവാസികൾ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് വൈകിട്ട് പോലീസിലും ഫയർഫോഴ്സിലും നാട്ടുകാർ തന്നെ വിവരം അറിയിച്ചു. തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സ് പോലീസും സ്ഥലത്തെത്തിക്കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ വയോധിക മരിച്ചിരുന്നു. അവരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് വീട്ടിനുള്ളിൽ നിന്നും ലഭിക്കുകയുണ്ടായത്. ഇടയാഴം സ്വദേശിയായിട്ടുള്ള കൊല്ലന്താനം മേരി, 75 വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരാണ് ഇത്തരത്തിൽ മരിച്ചിരുന്നത്. അവർ ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഭിന്നശേഷിക്കാരും കൂടിയിട്ടായിരുന്നു, മൂകയും ബദിരയും കൂടിയിട്ടായിരുന്നു ഈ മേരി എന്ന് പറയുന്ന സ്ത്രീ. ഇവരുടെ അടുപ്പിൽ നിന്നും തീ പകർന്നതാവാം ഈ തീപിടുത്തത്തിന് കാരണമായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നൽകുന്ന പ്രാഥമിക വിവരം. ഒപ്പം ഇവരുടെ വീടിനുള്ളിൽ നിറച്ച് പേപ്പറുകൾ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവർ കയ്യിൽ കിട്ടുന്ന പേപ്പറൊക്കെ വീട്ടിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ധാരാളം പേപ്പർ ഉണ്ടായിരുന്നു. അതാണ് ആ പേപ്പറിലേക്കൊക്കെ തീ പിടിച്ചതാണ് തീ കൂടുതലായിട്ട് ആളിപ്പടരാൻ കാരണമെന്നുള്ളൊരു നിഗമനം കൂടി പോലീസിനും ഫയർഫോഴ്സിനും ഉണ്ട്. എന്തായാലും ഇവരുടെ മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വൈക്കം പോലീസ് എത്തിക്കൊണ്ട് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.